പലതവണ മൃഗീയമായ ക്രൂരമായ മർദ്ദനത്തിന് ഇരയായി VS മരിച്ചെന്ന് കരുതിയെടുത്തുനിന്ന് തിരിച്ചു വന്ന ആളിൻ്റെ പേരാണ് VS എന്ന രണ്ടക്ഷരം. ആ VS ഇപ്പോൾ യാത്രയാകുമ്പോഴും മലയാളി എന്താണോ VSന് നൽകുന്നത് എന്നുള്ളത് VS മലയാളിക്ക് നൽകിയതിൻ്റെ തിരിച്ചു നൽകൽ തന്നെയാണ്. ഓരോ കേന്ദ്രങ്ങളിലും അന്ത്യാഭിവാദ്യം അർപ്പിച്ച് VSനെ യാത്രയാക്കുകയാണ് തിരുവനന്തപുരം ജില്ല. ഇനി കടക്കേണ്ടത് കൊല്ലം ജില്ലയിൽ ഉൾപ്പെടെ വിവിധ കേന്ദ്രങ്ങളിൽ VSന് അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ നിരവധി ആളുകളാണ് ഉണ്ടാവുക. അവരൊക്കെ അന്ത്യാഭിവാദ്യം അർപ്പിച്ച് കഴിഞ്ഞ് ആലപ്പുഴയിലെ വീട്ടിലേക്ക് എത്തുമ്പോൾ ഏത് സമയമാകും എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഇപ്പോൾ പ്രൊഡിക്റ്റ് ചെയ്യാൻ അപ്പുറമാണ് ആ കാര്യം. എന്തായാലും വൈകുന്നേരമായിരിക്കുന്നു. ഇപ്പോഴും റോഡിന് ഇരു ഭാഗങ്ങളിലുമായി നമ്മൾ കാണുന്നു അഭിവാദ്യങ്ങൾ വിളിച്ച് VS മരിക്കുന്നില്ല എന്ന അഭിവാദ്യങ്ങൾ വിളിച്ച് അന്ത്യാഭിവാദ്യം അർപ്പിച്ചാണ് ഈ വിലാപയാത്ര ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. VS നേരത്തെ പല മേഖലകളിൽ, അതായത് രാഷ്ട്രീയ പ്രവർത്തകൻ എന്നുള്ളതിന് ഉപരി പല മേഖലകളിൽ, സാമൂഹ്യ വിഷയങ്ങളിൽ, അതിന് അപ്പുറം ഉള്ള പരിസ്ഥിതി വിഷയങ്ങളിൽ ഉൾപ്പെടെ ഇടപെട്ടാണ് ജനങ്ങളുടെ പ്രിയപ്പെട്ട VS എന്ന രണ്ടക്ഷരമായി മാറിയത്. ആ VS നാട് ഇപ്പോൾ അവസാനത്തെ അന്ത്യാഭിവാദ്യം നൽകി യാത്രയയക്കാൻ ഒരുങ്ങുകയാണ് തന്നെയാണ്. വിജിൻ പറഞ്ഞതുപോലെ അത്ര കാലം 6 പതിറ്റാണ്ടിലേറെ VSന്റെ കർമ്മമണ്ഡലമായിരുന്ന നാടാണ്. ആ നാടാണ് മുദ്രാവാക്യം വിളികളോടെ നെഞ്ചുപൊട്ടി സഖാവിനെ യാത്രയാക്കിയത്. ദർബാർ പൊതുദർശനത്തിന് ശേഷം നമ്മൾ കണ്ടതാണ്. അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം പുറത്തേക്ക് എടുക്കുന്ന സമയത്ത് നമ്മൾ ആ മുദ്രാവാക്യം കേട്ടതാണ്. അത്രയധികം ആവേശത്തിൽ, അത്രയധികം ചങ്കുപൊട്ടിയുള്ള മുദ്രാവാക്യം വിളികൾ ഇതിനു മുമ്പ് കേരളം കേട്ടിട്ടുണ്ടോ എന്നുള്ളതാണ്. ഈ അടുത്ത കാലത്തൊന്നും ആ രീതിയിലൊരു യാത്രയായപ്പോൾ, ഇല്ലെങ്കിൽ അത്തരത്തിൽ ഒരു മനുഷ്യൻ വിട്ടുപോകുന്നതിലെ നോവ് മുദ്രാവാക്യത്തിൽ വരുന്നതും കേട്ടതാണ്. അതുതന്നെ തുടരുന്നു വഴിയിലുടനീളെ എന്നുള്ളതാണ്. രണ്ട് ഭാഗത്തു നിന്നും ആളുകൾ അത്ര ഉച്ചത്തിൽ മുദ്രാവാക്യം വിളിച്ച് ആ തലസ്ഥാനത്ത് നിന്ന് VSനെ യാത്രയാക്കുന്നു. അത്ര എളുപ്പമല്ല അവിടെ നിന്ന് നീങ്ങുക എന്നുള്ളത്. കാരണം 6 പതിറ്റാണ്ടോളം VSന്റെ സ്ഥലമായിരുന്നു. ജന്മനാട് ആലപ്പുഴയാണെങ്കിലും VS ഉണ്ടായിരുന്നത്, VSനെ കാണാൻ ആളുകൾ എത്തിക്കൊണ്ടിരുന്നത്, VS അത്രയധികം കാലം ചിലവഴിച്ചത് തലസ്ഥാനത്താണ്. സ്വാഭാവികമായിട്ടും അത്രയധികം സമയം അവിടെ നിന്ന് VSന് പോരാനെടുക്കും. മാത്രമല്ല ഒരുപാട് ആളുകൾ, നേരത്തെ വിജിൻ സൂചിപ്പിച്ച പോലെ അവധിയായതുകൊണ്ട് മാത്രമല്ല, ഇനി അങ്ങനെ ആയിരുന്നില്ലെങ്കിൽ കൂടി തന്നെ ഏത് തരത്തിലായിരിക്കും ആളുകൾ എത്തിച്ചേരുക അദ്ദേഹത്തെ കാണാൻ എന്നുള്ളത് ആലോചിക്കാവുന്നതേ ഉള്ളൂ. കാരണം അത്രയും അടുത്തു നിന്നിരുന്ന ആളുകളോട്, അടുത്തു നിന്നിരുന്ന മനുഷ്യരെ മനസ്സിലായിരുന്ന, കേൾക്കാൻ കൂട്ടായിരുന്ന, ഇല്ലെങ്കിൽ അതിനൊരവസരം നൽകിയിരുന്ന നേതാവ് എന്നുള്ള നിലയിൽ കൂടി VSനെ അത് നമുക്കറിയാം. നമ്മൾ ഈ പ്രായഭേദമന്യൊക്കെ ആളുകൾ എത്തുന്നു എന്ന് പറയുമ്പോൾ എന്തറിയാം VSനെ എന്നൊക്കെ പഴയ തലമുറയിലെ ആളുകൾ ഒരുപക്ഷെ പുതിയ തലമുറയോട് ചോദിച്ചേക്കാം. എങ്കിൽ പോലും എത്രത്തോളം ചരിത്രം പഠിച്ചാലും ലഭിക്കാത്ത അത്രയും അനുഭവങ്ങളിൽ നിന്ന്, ആളുകൾ പറഞ്ഞത് കേട്ടതിൽ നിന്ന് VSനെ അറിയാം ജനങ്ങൾക്ക് എന്നുള്ളതാണ്. അതേത് തലമുറയെടുത്ത് നോക്കിയാലും ആളുകളിലേക്ക് അത്രയധികം അടുത്തു നിന്ന പോരാളിയായിരുന്നു VS എന്നുള്ളതാണ്. സമരം എന്നതിൻ്റെ അർത്ഥമായി VS മാറുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തെക്കുറിച്ച് പുതിയ തലമുറയിലേക്ക് പോലും എത്രത്തോളം ആഴത്തിൽ VS ഇറങ്ങിച്ചെന്നിട്ടുണ്ട് എന്നുള്ളതിൻ്റെ നേർക്കാഴ്ച കൂടിയാണ് ഇന്നലെ മുതൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് കണ്ടു തീരുന്നില്ല എന്നുള്ളതാണ്. ഇത് എത്ര നേരം, എത്ര ദൂരം, എത്ര ആളുകൾ VSനായി മുദ്രാവാക്യം വിളികളുമായി ഉണ്ടാകും എന്നുള്ളതാണ്. ഓരോ പോയിന്റുകളിലും തിരുവനന്തപുരം കഴിയുമ്പോൾ തന്നെ തോന്നുന്നു വലിയ സമയമെടുക്കും. കാരണം അത്രയും ആളുകൾ ഈ മുദ്രാവാക്യവുമായി, അതായത് മറ്റൊന്നുമില്ല, മുദ്രാവാക്യം വിളികൾ മുഴങ്ങിക്കൊണ്ടേയിരിക്കുന്നത് അത് നെഞ്ചുപൊട്ടി ചങ്കുപൊട്ടി വിളിക്കുന്ന മുദ്രാവാക്യങ്ങളുടെ ശബ്ദമാണ് ഇന്നലെ വൈകിട്ട് AKG സെന്ററിന് മുന്നിൽ നിന്നും കേട്ടുകൊണ്ടിരിക്കുന്നത്. അത് ഇപ്പോഴും തുടരുന്നു എന്നുള്ളതാണ് VSനോടുള്ള ആദരം. വിജിൻ വീണ്ടും ചേരുന്നുണ്ട്. വിജിൻ, നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഓരോ പോയിന്റിലും നമുക്കറിയാം എത്രത്തോളം ആളുകളുണ്ടാവും, എങ്ങനെയായിരിക്കും അദ്ദേഹത്തിനെ തലസ്ഥാനത്ത് നിന്ന് യാത്രയാക്കുക എന്നുള്ളത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ആ കണ്ണും കരളും നിറയ്ക്കുന്ന, ഇല്ലെങ്കിൽ അത്രയധികം
ആവേശമുണ്ടാക്കി കൊടുത്തൊരു ഒരു മനുഷ്യനെയാണ്. പാർട്ടിയിലേക്ക് നമ്മുടെ തലമുറയിൽ എത്രത്തോളം ആകർഷിക്കപ്പെട്ടു VS അച്യുതാനന്ദനിലൂടെ പാർട്ടിയിലേക്ക് എന്നുള്ളതിൻ്റെ ഒരു തെളിവ് കൂടിയാണ്. അത്തരത്തിൽ നോക്കുമ്പോൾ എത്രത്തോളം ആളുകൾ, അത് പ്രായഭേദമന്യേ എത്രത്തോളം ആളുകൾ എത്തിച്ചേരുന്നുണ്ട്. അത് നേരത്തെ പോയിന്റുകൾ തീരുമാനിച്ചിരുന്നെങ്കിൽ പോലും അത് കവിഞ്ഞു പോകുന്ന, ഇല്ലെങ്കിൽ ഓരോ സ്ഥലത്തു നിന്നും ഓരോ ഭാഗത്തു നിന്നും ആളുകൾ വന്നു ചേർന്ന് VSനൊപ്പം കുറച്ച് ദൂരം നടക്കുന്ന കാഴ്ചകൾ തന്നെയല്ലേ കാണുന്നത്? തന്നെ തീർച്ചയായും വലിയ ജനാവലി തന്നെയാണ്. ഇപ്പോൾ കേശവദാസപുരം പിന്നിട്ടിരിക്കുകയാണ്. എന്നാൽ ആ കേശവദാസപുരത്തുള്ള ആളുകൾ ഉൾപ്പെടെ ചേർന്നാണ് ഇപ്പോൾ വിലാപയാത്ര അടുത്ത കേന്ദ്രമായ ഉള്ളൂരിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ആ ഉള്ളൂരിലാണ് അടുത്ത ഒരു VSന് അന്ത്യാഭിവാദ്യം അർപ്പിക്കാനുള്ള കേന്ദ്രം ഒരുക്കിയിരിക്കുന്നത്. പക്ഷേ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ആ കേശവദാസപുരത്തുണ്ടായിരുന്ന മുഴുവൻ ആളുകളും ഇപ്പോൾ ഉള്ളൂരിലേക്ക് കൂടി വിലാപയാത്രയായി പോകുന്ന കാഴ്ചയാണ്. VSനായി തൊണ്ട പൊട്ടി മുദ്രാവാക്യം വിളിച്ചാണ് അവരൊക്കെ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. VS എന്താണ് കേരളത്തിന് നൽകിയത് എന്നുള്ളതിൻ്റെ പരിച്ഛേദമാണ് നിലവിൽ അവർ ഒക്കെ തിരിച്ചു നൽകുന്നത് എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന്, ഈ ഭാഗങ്ങളിൽ നിന്നൊക്കെ കാണാൻ കഴിയുന്നത്. ചെറുതിൽ മുതൽ തുടങ്ങിയ പോരാട്ടം അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തന്നെ 100ാം വർഷം ആചരിക്കുന്ന സമയത്ത്, ആഘോഷിക്കുന്ന സമയത്ത് 100 വർഷം 100 പിറന്നാൾ പിന്നിട്ട ആളാണ് VS. ആ VSന്റെ ചരിത്രം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൂടി ചരിത്രമാണ്. ആ ചരിത്രം പോരാട്ടത്തിന്റെ ചരിത്രം കൂടിയാണ്, കേരളത്തിന്റെ ചരിത്രം കൂടിയാണ്. ആ ചരിത്രം എന്താണ് എന്നുള്ളത് കൃത്യമായി വ്യക്തമാക്കുന്നതാണ് VSന് അന്ത്യാഭിവാദ്യം അർപ്പിച്ച് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഈ ജനാവലി എന്ന് പറയുന്നത്. അക്ഷരാർത്ഥത്തിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് കൃത്യമായി പറയാൻ കഴിയും. കാരണം സെക്രട്ടേറിയറ്റിലെ ദർബാർ ഹാളിൽ നിന്ന് ആരംഭിച്ച വിലാപയാത്ര അത് ആളുകളുടെ ഒരു ഒഴുക്കായി മാറിക്കൊണ്ടിരിക്കുന്നു ഓരോ ഘട്ടം പിന്നിടുമ്പോഴും എന്നുള്ളതാണ് നമുക്ക് ഇവിടെ നിന്ന് നൽകാൻ കഴിയുന്ന വിവരം. ഒരുപാട് വാഹന വ്യൂഹമുണ്ട്, പക്ഷേ അതിനേക്കാൾ ഒക്കെ അധികം, എത്രയോ മടങ്ങധികം ആളുകൾ ഒരു വിലാപയാത്രയായി മുദ്രാവാക്യം വിളികൾ മുഴങ്ങിക്കൊണ്ട് ഓരോ റോഡിന്റെ ഇരുവശത്തുമായി കൂടി നിൽക്കുന്നവരുടെ അന്ത്യാഭിവാദ്യങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടൊപ്പം ആ കൂട്ടത്തിലുള്ള ആളുകൾ ഒരുമിച്ച് നടന്നുകൊണ്ട് VSന് അന്ത്യാഭിവാദ്യം അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. തൊട്ടടുത്ത് ഒരുപക്ഷെ CPM നേരത്തെ തയ്യാറാക്കിയ ചില കേന്ദ്രങ്ങളുണ്ട്. പക്ഷേ അതിനെല്ലാം ഉപരി മറ്റെല്ലാ സ്ഥലങ്ങളിലും റോഡിന്റെ ഇരുവശങ്ങളിലുമായി VSനെ അവസാനമായി ഒന്ന് കാണാൻ, ഒരുപക്ഷെ പൂർണ്ണമായും കാണാൻ കഴിഞ്ഞില്ലെങ്കിലും അദ്ദേഹത്തിന് അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ ആളുകൾ ഇങ്ങനെ തടിച്ചു കൂടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. വൈകുന്നേരം ഇപ്പോൾ 5 മണിയോടെടുക്കുന്നു. പക്ഷേ ഈ വിലാപയാത്ര ഏകദേശം 12 മണി കഴിയാതെ ആലപ്പുഴയിൽ എത്തുമെന്ന് നമുക്ക് കരുതാൻ കഴിയില്ല. കാരണം ഈ തിരുവനന്തപുരത്തെ വിവിധ കേന്ദ്രങ്ങളിൽ അന്ത്യാഭിവാദ്യങ്ങൾ ഏറ്റുവാങ്ങിയതിനു ശേഷം കൊല്ലം ജില്ലയിലേക്ക് പ്രവേശിക്കണം. കൊല്ലം ജില്ലയിലും ഏകദേശം 8ഓളം കേന്ദ്രങ്ങളിൽ VSനെ കാണാൻ ആളുകൾ കാത്തിരിക്കും എന്നതാണ് പാർട്ടി തന്നെ ഇപ്പോൾ പാർട്ടി നേരിട്ട് കേന്ദ്രീകരിച്ച് നടത്തിയ ഒരു പ്രദേശങ്ങൾ ഉള്ളത്. പക്ഷേ അതിനെല്ലാം ഉപരി മറ്റ് സ്ഥലങ്ങളിലും സ്വാഭാവികമായും തിരുവനന്തപുരത്തെ പോലെ തന്നെ കൂടുതൽ ആളുകൾ പല സ്ഥലങ്ങളിലും VSനെ കാണാനായി കാത്തിരിക്കും. അവർക്കൊക്കെ കാണാനുള്ള സൗകര്യവും ഒരുക്കിക്കൊണ്ടാണ് വിലാപയാത്ര കടന്നു പോകുന്നത്. വിലാപയാത്രയുടെ മുൻനിരയിൽ CPIMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനാണുള്ളത്. ഒപ്പം തന്നെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് M സ്വരാജ് ഉൾപ്പെടെയുള്ളവരുണ്ട്. ഒരു വലിയ വാഹനത്തിന്റെയും ഒപ്പം തന്നെ ജനാവലിയുടെയും അകമ്പടിയോടെയാണ് VS അവസാന യാത്ര നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് തിരുവനന്തപുരത്തെ അദ്ദേഹത്തിന്റെ ഒരുപാട് കാലത്തെ പ്രവർത്തന കേന്ദ്രമായ തിരുവനന്തപുരത്ത് നിന്ന് അദ്ദേഹത്തിന്റെ സ്വന്തം നാടായ ആലപ്പുഴയിലേക്ക് അദ്ദേഹം യാത്ര പോവുകയാണ്. അത് പക്ഷേ അവസാന യാത്രയാണ് എന്നുള്ളതാണ് ഈ യാത്രയുടെ പ്രത്യേകത. ഒരുപാട് കാലം പോരാട്ടങ്ങൾ നയിച്ച, ഒരുപാട് കാലം ഭരണ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന ഘട്ടങ്ങളിലെല്ലാം അദ്ദേഹം നടത്തിയ ജനകീയ പ്രവർത്തനങ്ങൾ, പോരാട്ടങ്ങൾ എല്ലാം ഓർമ്മിച്ചുകൊണ്ടാണ് തങ്ങൾക്ക് VS എന്താണ് നൽകിയത് അത് തങ്ങൾ ഈ VSനും തിരിച്ചു കൊടുക്കും എന്ന പ്രഖ്യാപനമാണ് ഓരോ സ്ഥലങ്ങളിലെയും ജനങ്ങൾ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത് തന്നെ. അതാണ് തിരുവനന്തപുരത്ത് തലസ്ഥാനം ഇങ്ങനെയാണ് യാത്രയപ്പെങ്കിൽ കൊല്ലത്ത് എന്താകും എന്നുള്ളത് കൂടി ആലോചിക്കേണ്ടതുണ്ട്. കാരണം അത്രയധികം സഖാക്കൾ കാത്തിരിക്കുന്നുണ്ട്. പലർക്കും രാവിലെ കാണാൻ സാധിച്ചിട്ടില്ല, ഇന്നലെ രാത്രിയിൽ കാണാൻ സാധിച്ചിട്ടില്ല. അങ്ങനെ തിരിച്ചുപോയ നിരവധി സഖാക്കൾ സമീപ ജില്ലയിലെല്ലാം ഉണ്ട്. അപ്പോൾ